ഹലോ. അപ്പം ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമുക്ക് ഒരു ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം എന്താണെന്നറിയില്ല കേട്ടോ. ബീഡ്സ് വർക്കിനെക്കാളും കൂടുതൽ എനിക്ക് പെയിന്റ് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ പെയിന്റിന്റെ താല്പര്യം കൊണ്ട് ഞാൻ ഡ്രസ്സിൽ മാത്രമല്ല കേട്ടോ, വീട്ടിലും കുറച്ച് പെയിന്റ് അടികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. വർക്ക് ഏരിയയാണ് കേട്ടോ ഞാൻ പരീക്ഷണത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ കരുതി ഓണത്തിന് ബീഡ്സ് വർക്ക് വേണ്ട, കുറച്ച് പെയിന്റിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഇത് ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒത്തിരി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഞാനിങ്ങനെ പെയിൻ്റൊക്കെ വാങ്ങിക്കുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസ് വെച്ചൊക്കെ കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ നാളായപ്പോൾ പിന്നെ അതങ്ങ് മടുത്ത് അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ ബീഡ്സ് വർക്കും അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നൂല് കൊണ്ടായിട്ടുള്ളതായിരുന്നാലും ബീഡ്സ് ആയിട്ടായിരുന്നാലും കുറേയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ അതങ്ങ് പതുക്കെ പതുക്കെ എവിടെയൊക്കെയോ വെച്ചങ്ങ് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പെയിൻറ്റിനോടൊരു ക്രൈസ് തോന്നി. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം ഡ്രസ്സ് നമുക്ക് പെയിൻറ്റിലൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെയിൻ്റൊക്കെ ഒന്ന് ചെയ്യണം. കുറേ നാളായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. ചെറുതല്ല, മിക്കവാറും വലിയ പോരായ്മകളൊക്കെ തന്നെ ആയിരിക്കും. എന്നിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റും ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിവിടെ ഒരു ഔട്ട്ലൈൻ വൈറ്റാണ് കൊടുക്കുന്നത്. അപ്പം അത് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വേറെ കുറച്ച് വർക്കുകളും കൂടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വൈറ്റ് ലൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ഇതിൻ്റെ വർക്ക് മൊത്തവും ഈ ഒരു ഇതിൽ കൂടി ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ എനിക്ക് ഫിനിഷായിക്കൊണ്ടിരിക്കുന്നത് മാത്രം ഇതിലിങ്ങനെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കും കൂടി എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ക്യൂരിയോസിറ്റിയിലാണ് ഇത് എന്താവും എന്നുള്ളത്. എനിക്കും അറിയില്ല കേട്ടോ. നിങ്ങൾ കാണുന്ന അതേ ലെവലിലാണ് ഞാനിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റായിട്ട് ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചോളണേ. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനൊരു താല്പര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതെ ഉറക്കം വരില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് ഇതുപോലെ പെയിൻറ്റ് വർക്ക് ചെയ്തൊരു ഡ്രസ്സ് ഇടണമെന്ന് തോന്നി. പിന്നെ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോസൊക്കെ എനിക്ക് റെഗുലറായിട്ട് ഇടാൻ ഞാനിങ്ങനെ മടിപിടിച്ചിരിക്കും. തയ്ക്കാനുള്ള കാര്യങ്ങൾ പിന്നെ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ മടിപിടിച്ചിരിക്കുന്നത് കൊണ്ട് വീഡിയോസൊന്നും എനിക്ക് റെഗുലറായിട്ട് ഇടാനും പറ്റുന്നില്ല. ഇനി ഞാൻ അങ്ങനെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടിയുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.